ഹലോ, ഞാനിന്നൊരു പഴയകാല വിഭവമായ മീനടയായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് ഞാനൊരു 10-20 കാന്താരിമുളക്, 3-4 ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം വാളംപുളി പിഴിഞ്ഞത് ഇത്രയും ഒഴിച്ചിട്ട് അടിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ പേസ്റ്റിലേക്ക് കുറച്ചും കൂടി കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഞാനൊരു 200 ഗ്രാം വയമ്പ്, നമ്മുടെ കായൽ മീനാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കിത് കൊഴുവേലും ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ വയമ്പായിരുന്നു ഉണ്ടായത്. രണ്ടും ഏകദേശം കാണാനൊക്കെ ഒരുപോലെ ഉള്ളത് കൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീനുമാണ് വയമ്പ്. അപ്പോൾ അതിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. മഞ്ഞൾപ്പൊടി ചേർക്കണം, ഒരു 1/2 ടീസ്പൂൺ, അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മീൻ ഒരു ഇലക്കീറിലേക്ക് പരത്തി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇലക്കീറ് എടുക്കുന്നുണ്ട്. അതിലേക്ക് ഈ മീനിങ്ങനെ പരത്തി കൊടുക്കാം. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം കൂടിപ്പോയി, പുളിവെള്ളം ഞാൻ ഒഴിച്ചത്. ഇല്ലെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാമായിരുന്നു. അത് മൊത്തം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ എസൻസ് കിട്ടില്ലല്ലോ, അത് കാരണം മുഴുവൻ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്കിത് അട പോലെ മടക്കിയെടുക്കണം. അപ്പോൾ ഇത് ഞാൻ പണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തൊരു അമ്മാമ്മ ഉണ്ടായിരുന്നു, ആ അമ്മാമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അവരതിൽ പുളിയുടെ ഇലയാണ് ചേർത്തിരുന്നത്. എനിക്ക് പുളിയുടെ ഇല കിട്ടാത്തതുകൊണ്ട് ഞാൻ പുളിവെള്ളമാണ് ചേർത്തത്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കഷ്ണം ഇലക്കീറ് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ അട പരത്തിയത് അതിലേക്ക് വെച്ച് കൊടുക്കുക. മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും തൂവുക. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. അടച്ച് വെച്ചിട്ട് ഇത് കുറച്ചധികം നേരം തന്നെ വേവിക്കണം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതൊരു ടാസ്ക് ആയിരുന്നു. എന്നാലും ടേസ്റ്റ് അടിപൊളി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് റിസ്ക്കൊക്കെ എടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാ ഇതുപോലെ പാകം നോക്കിയിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പോൾ അതാ ഇങ്ങോട്ടും പുറത്തേക്ക് മറിച്ചിടും. അതാ ഇലക്കീറടക്കം തന്നെ മറിച്ചിടായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്നിട്ട് പിന്നെ വീണ്ടും ഞാൻ ആ ഇല അടിയിലേക്ക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇല വെച്ച് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഇത് കൂടുതൽ കരിഞ്ഞു പോവും. നമ്മുടെ ഇല, നമ്മൾ മീനാക്കിയ ഇല കരിഞ്ഞു പോവും. അത് കാരണം കൊണ്ടാണ് ഒരു ഇലക്കീറ അടിയിൽ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് അട ചുട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ മീനട റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പുളിയുടെ ഇലയൊക്കെ വെച്ച് ചെയ്യണതാണ്. പക്ഷേ നമുക്കിപ്പോൾ ഈ ഒരു രീതിയിലായാലും ചെയ്യാമല്ലോ. നമുക്ക് പുളിയുടെ ഇലയൊക്കെ ഒപ്പിക്കാമെന്ന് വെച്ചാൽ അത് ഒത്തിരി പണിയല്ലേ. എന്തായാലും പുളിവെള്ളത്തിൽ ഉണ്ടാക്കിയപ്പോഴും സൂപ്പർ ടേസ്റ്റാണ്. ആ കാന്താരി മുളകിൻ്റെ ടേസ്റ്റും പുളിയുടെ ടേസ്റ്റൊക്കെ ആയിട്ട് സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. താങ്ക്